നമ്മൾ കണ്ട് ഇപ്പൊ നമ്മൾ എന്താ പറയേണ്ടത് ഏത് പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ല. കാരണം നമ്മൾ അവിടെ നടന്ന സാധനത്തിൽ നമ്മുടെ മെൻഷനിലേക്ക് വന്ന് നമ്മൾ ആലോചിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് ഞാൻ അതിനോട് മറുപടി തരാം തീർച്ചയായിട്ടും. ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞല്ലോ, അവർ വിജയിപ്പിച്ചതിന് അവർക്ക് നന്ദിയുണ്ട്. അവർക്കുള്ള കപ്പാണ്. ഞാൻ ഇത് പഠിപ്പിച്ചു വെച്ചിട്ടില്ല, ഞാൻ സ്ഥിരമല്ലോ പറയണത്. കപ്പ് അവർക്കുള്ളതാണ്. കപ്പ് ഈ കൊല്ലം മക്കൾക്കുള്ളതാണ്, എനിക്കുള്ളതല്ല. മക്കളുടെ കപ്പാണ്. ആ മക്കൾ ആ ജനങ്ങളോട് പറഞ്ഞ് എനിക്ക് നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നന്ദിയോടല്ലേ നന്ദിയല്ലട ഒന്നും എന്ത് പറയണ്ടേ? അവരോട് നന്ദിയല്ലേ പറയണ്ടേ? അവരോട് നന്ദിയല്ലേ പറയണ്ടേ? എന്നെ വിജയിപ്പിച്ചാലും ഞാൻ നിങ്ങൾ എന്നെ അവർ മാത്രമല്ല നിങ്ങളും കൂടി വിജയിപ്പിച്ചു. നിങ്ങളെല്ലാവരും നമുക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടാണ് വിജയിച്ചത് എല്ലാം. അപ്പോൾ നിങ്ങളോട് എല്ലാവരും കൂടി നന്ദി പറയണത്. ഈ ജിന്ന ചേട്ടൻ 2ാം സ്ഥാനത്ത് ആരെയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്? അങ്ങനെ അവരെല്ലാവരും പ്രതീക്ഷിച്ചു. 24 കണ്ടസ്റ്റിനെയും പ്രതീക്ഷിച്ചു. ഫസ്റ്റ് ഞാൻ എന്തായാലും തോന്നുന്നു. അതെ സത്യം. 2ാം സ്ഥാനത്ത് ഞാൻ അവരെല്ലാവരും പ്രതീക്ഷിച്ചു. കാരണം അവരെല്ലാവരും എൻ്റെ എതിരാളികളായിരുന്നു. അവിടെ നിന്ന് ഉപേക്ഷിച്ചു. എതിരാളിത്തം അവിടെ തീർത്തലേ പോകുന്നത്. ജിന്ന ചേട്ടൻ്റെ ബിഗ് ബോസ് വിശേഷങ്ങൾക്ക് നമുക്ക് എപ്പോൾ കിട്ടും? ഞാൻ അടുത്ത ആഴ്ച പുറത്തിറക്കാം. അടുത്ത ആഴ്ച എങ്ങനെ ഇന്റർവ്യൂ കൂടെയാണ്? അടുത്ത ആഴ്ച പറയടാ. അടുത്ത ആഴ്ച പറയടാ. ഇന്റർവ്യൂവിന്റെ പേയ്മെന്റ് എങ്ങനെയാ? ഇന്റർവ്യൂവിന്റെ പേയ്മെന്റ് പറഞ്ഞാൽ പറയോ? സാറ് തള്ളിക്കൊണ്ട് വന്നേ. ഞങ്ങൾ പ്രോജക്റ്റ് ഉണ്ട് ബാംഗ്ലൂർ. നമ്മൾ ആദ്യം എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം പൊളിയും. എന്തായാലും ബാറ്റ്സ്മാന്റെ പടം കുറെ നാൾക്ക് ശേഷം എടുക്കാൻ കാണിച്ച ധൈര്യം യങ്സ്റ്റേഴ്സ് വരുമ്പോൾ ആ സൈഡിലേക്ക് മാറും. അടുത്തോ പടം തീരുന്നതനുസരിച്ച് നായകവേഷത്തിൽ കാണാൻ പറ്റുമോ ചിന്നോനെ? അത് നായനല്ലെങ്കിൽ നായ പ്രാധാന്യമുള്ളതായിരിക്കും. അല്ലാണ്ട് ഒരാള് അച്ഛനും അച്ഛൻ്റെ പ്രോഗ്രാമാണ്. എന്തായാലും കാരണം ജിൻഡു ആദ്യമായിട്ട് നമ്മുടെ പടം കാണാൻ വീട്ടിൽ നിന്ന് അടിച്ചോണ്ട് വന്നതാണ് ജിൻഡുവിനെ ഫസ്റ്റ് തിയേറ്റർ കാണിക്കാൻ. അതൊക്കെ എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും കാണുമായിരിക്കും. എനിക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കും ഇന്റർവ്യൂ തന്നില്ല ചേട്ടൻ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളല്ലേ ജയിപ്പിച്ച ജിൻഡു ചേട്ടനെ? അപ്പം നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ല ജിൻഡു ചേട്ടൻ? നിങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ആ സമയത്ത്? ഞങ്ങൾ ഒരിക്കലും പേയ്മെന്റ് പറഞ്ഞിട്ടില്ല, പേയ്മെന്റ് ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം നിങ്ങളുള്ളതുകൊണ്ടല്ലേ നമ്മൾ എന്നും ഇപ്പോഴും ഞാൻ നിങ്ങളൊക്കെ ഓടി എത്തണമെങ്കിൽ നിങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. ഞാൻ പറയും, നമ്മളിപ്പോൾ ഓരോരുത്തർ വന്ന് ഓരോ പ്രേക്ഷകർ വന്ന് നമ്മുടെ അടുത്ത് വന്നൊരു ഫോട്ടോ എടുക്കുമ്പോൾ പോലും എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ വന്നൊന്ന് ഫോട്ടോ എടുക്കാൻ, ഹഗ് ചെയ്യാൻ. ഓരോ അമ്മമാരൊക്കെ വന്ന് ഓടി പിടിച്ച് കെട്ടിപ്പിടിക്കുമ്പോൾ ഒക്കെ പറയും മോളെ എന്നൊക്കെ പറഞ്ഞ് ഓടി വരുമ്പോൾ അത് ഭയങ്കര ഒരു മനസ്സിൽ തട്ടും. കാരണം അവരിൽ ഒരാളാണെന്ന് നമ്മളോട് തോന്നുകൊണ്ടല്ലേ വന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളപ്പം നിങ്ങളെ സപ്പോർട്ടില്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇതൊക്കെ കാണത്തുള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും നിങ്ങളടുത്ത് ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ അവിടെ വീഴും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും നിങ്ങളെല്ലാം ഓടി വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലേ പറയും. പക്ഷേ ഇതിപ്പം പറയണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അതെനിക്ക് അറിയത്തില്ല ജിൻഡു ചേട്ടൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ആൾക്കാർക്ക് പിന്നെ കുറേ ഇപ്പം കിട്ടുന്ന പീക്ക് ഇപ്പം തന്നെ കിട്ടത്തുള്ളൂ. പിന്നെ ഒരിക്കലും ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്തൊരു ബിഗ് ബോസ് വന്നാൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ അടുത്തൊരു കോൺട്രവേഴ്സി ഈ പറഞ്ഞാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 1, 2, 3 കുറേ ആൾക്കാർ വന്നിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ട് പോകുന്ന പോലെ അങ്ങനെ പറഞ്ഞ് നെഗറ്റീവ് ഉണ്ടാക്കി അങ്ങനെ ഇതാവാനേ ഉള്ളൂ. പക്ഷേ കിട്ടുന്ന റിവ്യൂ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ചേട്ടൻ അങ്ങനെ കാണിച്ചത്. ഞാൻ പേഴ്സണലി ചേട്ടൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ട് വേണ്ടേ? അയ്യേട്ടാ നോക്കി ചോദിച്ചിട്ട് വരാം. പേഴ്സണലി ചോദിച്ചിട്ട് പേഴ്സണലി മനസ്സിൽ വെച്ചോ.
മാധ്യമങ്ങളോട് എടാ എന്നെ എങ്ങനെ കുഴപ്പിക്കാതെ കഷ്ടം കേട്ടൂടാ. ശരി അത് ശരി ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമല്ലേ. നമുക്കിപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചത് ചേച്ചിയുടെ അഭിപ്രായമാണ്. അയ്യോ അയ്യോ എനിക്ക് അറ്റാക്ക് വരുന്നത് വീഴും. ഓക്കെ ചേച്ചി ശരി ശരി താങ്ക് യു സോ മച്ച് എടാ, താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ എന്തെങ്കിലും പറയണോ ലാസ്റ്റ് പോടാൻ വെച്ചിട്ട്